ഹലോ, വെൽക്കം ടു സാലി കിച്ചൻ. ഇന്നൊരു ബ്രെഡും ചിക്കനൊക്കെ വെച്ചിട്ട് ഒരു ക്ലബ് സാൻഡ്വിച്ചാണ് കാണിക്കുന്നത്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സാൻഡ്വിച്ച് മേക്കർ ഒന്നും എടുക്കുന്നില്ല, സാധാരണ തവയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാമോളം ചിക്കൻ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് ചൂടായി വന്നാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കൻ ഒന്ന് കുക്കായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒന്ന് റെഡിയായി കിട്ടണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തവയിൽ ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുക. ബ്രെഡിൻ്റെ ബ്രൗൺ കളറുള്ള അരിഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ്റെ പീസ് നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ ചിക്കൻ കുറച്ച് വലുതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി. എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു പീസ് ബ്രെഡ് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ലെറ്റ്യൂസിൻ്റെ ലീഫും പിന്നെ 2 പീസ് തക്കാളിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രെഡ് കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് ഇതിൻ്റെ പുറത്തേക്ക് ഒരു സ്ലൈസ് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. സാധാരണ ചീസാണ്, ചെഡാർ ചീസല്ല. പിന്നെ കവർ ചെയ്യുന്ന ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൈ വെച്ചിട്ട് പറ്റുകയാണെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അല്ലെങ്കിൽ ചട്ടുകയില്ലേ, അത് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. തിരിച്ചിടുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം, മുറിഞ്ഞു പോകരുത്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കപ്പില്ലേ, സ്റ്റീലിൻ്റെ കപ്പ് വെച്ചിട്ടായാലും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് അതങ്ങ് ഒട്ടിയിരുന്നോളും. ഓവറായിട്ട് അങ്ങ് കരിച്ചെടുക്കുകയൊന്നും വേണ്ട. അതായത് ഇതുപോലെ ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറാക്കി എടുത്താൽ മതി. നമുക്കിത് പാനിന് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു അളവിലൊരു 3 സാൻഡ്വിച്ചുകളാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ ഉണ്ടാവും, നല്ല ലെയറായിട്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്